നമസ്കാരം. ക്രിക്മേറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ T20 മത്സരത്തെക്കുറിച്ചാണ്. ഇന്നലെയായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ആദ്യത്തെ T20. കാൻബറയിലായിരുന്നു മത്സരം. പക്ഷേ മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. തുടർച്ചയായ 4ാം മത്സരത്തിലും ടോസ് നഷ്ടമായ ഇന്ത്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. തുടക്കം തന്നെ ഓപ്പണിങ് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലായിരുന്നു ഇന്ത്യയുടെ ഓപ്പണേഴ്സായി വന്നത്. T20 ഇവരാണ് ഓപ്പണിങ്. വൺ ഡേയിൽ ഒരാഴ്ച രോഹിത്തും ഗില്ലുമാണ് ഓപ്പണിങ്. T20 അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലായിരുന്നു ഇന്ത്യയുടെ ഓപ്പണേഴ്സ്. ഇരുവരും നന്നായി കളിച്ച് 4ാമത്തെ ഓവറിൽ 4ാം ബോളിൽ നദാനേലിസിൻ്റെ ഓവറിലാണ് ശർമ്മ ഔട്ടായി പോകുന്നത്. 19 റൺസായിരുന്നു അഭിഷേക് ശർമ്മയുടെ സമയം. 5ാമത്തെ ഓവറും കളി നിൽക്കുകയാണ് മഴ വരുന്നത്. മഴ വന്ന് കളി കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും ഒരു 18 ഓവർ വെച്ച് രണ്ട് സൈഡും 18 ഓവർ വെച്ച് കളി പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. അത്യാവശ്യം നല്ല രീതിയിൽ പിന്നീട് വന്ന സൂര്യകുമാറും ശുഭ്മാൻ ഗില്ലും കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഏകദേശം 50 ഓവറിന് മേലെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഒരു 10ാം ഓവറിൻ്റെ പകുതിയിൽ നിൽക്കുകയാണ് വീണ്ടും മഴ എത്തുന്നതും. പിന്നീട് മത്സരം പുനരാരംഭിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മഴ അതിശക്തമായി പെയ്യുകയാണ് ഉണ്ടായത്. സൂര്യകുമാർ യാദവും 39ഉം ശുഭ്മാൻ ഗില്ലും 37 റൺസുമാണ് മത്സരത്തിലെടുത്തത്. അപ്പോൾ ഇന്നലത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം, രോഹിത് ശർമ്മ ODI റാങ്കിങ്ങിൽ 1ാമത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രായത്തിൽ 38 വയസ്സായ അദ്ദേഹത്തിന്, ആ 38ാം വയസ്സിലും രോഹിത് ശർമ്മ ODI റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വുമൺസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയ നേരിടുകയാണ്. 2ാം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയ നേരിടുകയാണ്. ഇന്നലെ നടന്ന 1ാം സെമിഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് കയറി ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. 125 റൺസിനായിരുന്നു ഇംഗ്ലണ്ടിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 323 റൺസും മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയെ 193 റൺസും കൊണ്ട് എടുക്കാൻ സാധിച്ചുള്ളൂ. 125 റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയം. ഇന്ന് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വിജയികളെയാണ് ഫൈനലിൽ അവർ നേരിടാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള അടുത്ത T20 മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.